ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനാശാനാണ് ഇന്ന് നമ്മുടെ അതിഥി. ബാലേട്ട നമസ്കാരം. ജന്മസ്ഥലം കഥകളിക്കും കഥകളി കലാകാരന്മാർക്കും ഏറെ പേര് കേട്ട നാട്. നമുക്ക് കോതരയെ സ്മരിച്ചുകൊണ്ട് ഈ സംഭാഷണം തുടങ്ങിയാലോ? ഇപ്പോൾ കോതച്ചിറയിൽ പ്രശസ്തരായിട്ടുള്ള കഥകളി നടന്മാർ, അതേമാതിരി പാട്ടുകാർ ഒക്കെ ബാലേട്ടന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അവരാരൊക്കെയായിരുന്നു? കോതച്ചിറ ദേശം തന്നെ കലാകാരന്മാരുടെ നാടാണ്. കഥകളി കലാകാരന്മാർ, മേള കലാകാരന്മാർ, പഞ്ചവാദ്യ കലാകാരന്മാർ, തകില് ഒക്കെ ഉള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അതിൽ കഥകളിയുടെ പേര് പറയുമ്പോൾ ആദ്യം പറയേണ്ട പേര് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനാശാൻ. കഥകളി സംഗീതത്തിൻ്റെ ഇന്ന് പാടുന്നതിന് ഈ പാട്ട് കേൾക്കുന്നതായ കഥകളി സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രശിഷ്യരാണ് ഇന്ന് കഥകളി ലോകം സംഗീതം കൊണ്ടു നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാളാണ് കോതര. അദ്ദേഹമാണ് ആദ്യത്തെ കലാമണ്ഡലത്തിൻ്റെ വിദ്യാർത്ഥി പ്രിൻസിപ്പൾ. പിന്നെ കഥകളി വേഷത്തിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനാണ്. ഗോപിയാശാനെയും എന്നെയും കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്ത തന്നെ നമ്പീശനാശാൻ്റെ ഉത്സാഹത്തിലാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ കഥകളിയോട് ഭയങ്കര ഇഷ്ടമാണ്, ഭ്രമമുണ്ട്. നമ്പീശനാശാൻ്റെ ഫാമിലിയൊക്കെ പാട്ടുകാരാണ്. ഞങ്ങൾ രണ്ട് പ്രിൻസിപ്പളന്മാർ, നമ്പീശനാശാനും കലാമണ്ഡലം പ്രിൻസിപ്പളായിട്ട് പിരിഞ്ഞ് ഗോപിയാശാനും കലാമണ്ഡലം പ്രിൻസിപ്പളായിട്ട് പിരിഞ്ഞ് ഞാനും കലാമണ്ഡലത്തിൽ പഠിച്ചു, അധ്യാപകനായി പ്രിൻസിപ്പളായി. അങ്ങനെ 3 കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പളായിട്ട് പിരിഞ്ഞ 3 ആൾക്കാർ കോതരക്കാരാണ്. കോതച്ചിറ നാടിൻ്റെ ഒരു അഭിമാനമാണെന്ന് എല്ലാവരും പറയുന്നത്. മറ്റൊരു നാട്ടിലും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞങ്ങളൊരു ഭാഗ്യം. പിന്നെ അവിടെ ഒരു ശങ്കരനാരായണന്മാരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുണ്ട്. നമ്പീശനാശൻ 2 വളരെ, ഞാനൊന്നും അവരുടെ വേഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിൽ നമ്പീശനാശൻ 2 സഹോദരന്മാർ നമ്പീശനാശനെ പഠിച്ച കാലത്ത് ഇങ്ങനെ വേങ്ങേലി കളിയോഗം വടക്കൻ മലബാർ അങ്ങനെ പഠിക്കുന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഈ ശങ്കരനാരായണൻ നായർ 2 പേരാണ്. അതിൽ ശങ്കരൻ മരിച്ചതോട് കൂടിയിട്ട് ആ വിഷമത്തിൽ നാരായണൻ 2ാമത്തെ ആൾ കഥകളി വേണ്ടാച്ചു വേറെ വഴിക്ക് തിരിച്ചു. നമ്പീശനാശൻ മാത്രം പിന്നെ കലാമണ്ഡലത്തിലും പഠിക്കാൻ ചേർന്നു. അവിടെ തന്നെ എല്ലാം അധ്യാപകനായി പ്രിൻസിപ്പളായിട്ട് പിരിഞ്ഞു. പാട്ട് പഠിച്ചിരുന്ന കലാമണ്ഡലം രവി എൻ്റെ സമകാലീനാവും അല്ലേ? രവീന്ദ്രൻ ശരിക്കും എൻ്റെ അച്ഛൻ്റെ കൃഷ്ണമാമൻ്റെ മകൻ ബന്ധുവാണ്. അപ്പോൾ ഞാനും രവിയും എന്നെയാണ് കലാമണ്ഡലത്തിൽ കൊണ്ടു ചേർത്ത്. അപ്പോൾ രവിയെ പാട്ടിന് ചേർത്തപ്പോൾ എന്നെ വേഷത്തിന് ചേർത്തു. രവി നല്ല വേഷക്കാരനായിരുന്നു, നല്ല പാട്ടുകാരായിരുന്നു. കളരിയും അരങ്ങും ഒരുപോലെ കൊണ്ടു നടത്താൻ പ്രാപ്തിയുള്ള ഒരു സംഗീത അധ്യാപകൻ തന്നെയായിരുന്നു. പക്ഷേ അല്പായുസായിപ്പോയി, അപകട മരണമുണ്ടായിരുന്നു. അച്ഛൻ രാമവാര്യർ ആനക്കമ്പക്കാരനും കഥകളി കമ്പക്കാരനും പാട്ട് മസലായിട്ട് അറിയാൻ തോന്നുന്നു. അതേമാതിരി അമ്മ തങ്കമണിമാരാരസ്യാർ, അവരും നല്ല പാട്ടുകാരിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർത്തെടുത്താലോ? അച്ഛൻ അവിടെ മനിക്കിലെ മുപ്പത്തമ്പുരാൻ പറയും, അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പം മനിക്കിലെ ചുമതലകൾ എല്ലാം അച്ഛനുണ്ട്. അന്ന് 5-6 ആനുള്ള മനയാണ്, പേര് കേട്ട മനയാണ് വെങ്ങാട്ടൂർ മന. ആ കാലഘട്ടത്തിൽ മനിക്കിലെ ചുമതല ആനക്കമ്പം. അപ്പോൾ അച്ഛന് എല്ലാ കലകളോടും ഇഷ്ടമാണ്, അത് മോഹത്തിൽ പഠിക്കും. ആ കാലഘട്ടത്തിൽ മനിക്കിൽ കൃഷ്ണനാട്ടം കഥകളിയൊക്കെ സ്ഥിരമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അച്ഛനായിരുന്നു. അച്ഛന് സംഗീതത്തിനോട് നല്ല ഭ്രമമുണ്ടായിരുന്നു. അങ്ങനെ വെള്ളിനി കഴിഞ്ഞ് പൂഴിക്കുന്നത്ത് ഗോപാലൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ആചാര്യനെ കോതര മനിക്കിലേക്ക് വരുത്തി അച്ഛൻ കർണാടക സംഗീതം അഭ്യസിച്ചു. അപ്പോൾ ഈ കഥകളി പാട്ടുകളോടും ഭ്രമമുണ്ട്. ഈ അച്ഛനും നമ്പീശനാശാനും തമ്മിൽ കുറച്ച് വയസ്സിൻ്റെ മാറ്റമേ ഉള്ളൂ. നമ്പീശനാശാൻ അങ്ങോട്ട് കലാമണ്ഡലത്തിൽ പോയി കഥകളി സംഗീത കഥകളി ഗായകനായി.
അങ്ങനെ ഒരു കാലഘട്ടം 2-3 കൊല്ലം അച്ഛനും മക്കളും നമ്പീശനാശൻ തൊട്ടടുത്ത് താമസിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഈ നമ്പീശനാശൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ കഥകളി സംഗീതം പഠിച്ചു. നമ്പീശനാശൻ അങ്ങോട്ട് കർണാടക സംഗീതം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഉണ്ടായില്ല. അങ്ങോട്ട് കൊടുക്കലും വാങ്ങലും അത് ആ ഒരു 2 കൊല്ലത്തെ സൗഹൃദം. അങ്ങനെ അച്ഛന് കഥകളി പാട്ടിനോട് നല്ല ഭ്രമാണ്, കഥകളിയോട് നല്ല ഇഷ്ടമായിരുന്നു. അസല ഈ ചണ്ടയും കൊട്ടും മേള എല്ലാ കലകളും പഠിക്കുക. അത് സ്വയം തൊഴിലിന് വേണ്ടിയിട്ടില്ല, മോഹത്തിന് പഠിച്ച് ഇരിക്കുക എന്നുള്ളത്. താഴമ്പ കൊട്ടും ഞങ്ങളുടെ താഴമ്പ കൊട്ടിനുണ്ട്, മേളം കൊട്ടിന് കണ്ടിട്ടുണ്ട്. കഥകളി വേഷം പഠിക്കണമെന്നായിരുന്നു മോഹം ശരിക്കും പറഞ്ഞ അച്ഛന്. ആ കാലഘട്ടത്തിൽ ഈ മുത്തശ്ശനൊന്നും ഈ കഥകളി പഠിപ്പിക്കാൻ ഒരു കുട്ടിയെ വിടുക പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷേ കഥകളി ആ കാലഘട്ടത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ്. ചവിട്ടി വീഴ്ചയിൽ ഇതൊക്കെ ഒരു ഭയാനകമായ ഒരു കാലഘട്ടമാണുള്ളത്. ഒരു കുട്ടിയെ ആ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ ആരും കഥകളി പഠിക്കാൻ കൊണ്ടാക്കില്ല. എന്നുവെച്ചാൽ അവൻ്റെ ഭാവി എന്താവും ഒന്നും പറയാൻ പറ്റില്ല. അത്രയും അസാധ്യ അഭ്യാസമാണ് ഉഴിച്ചിലും അതൊക്കെ ചെലുകയൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഞാനൊരു കഥ കേട്ടത് പറയാം. ഉണ്ടായൊരു സംഭവമാണ്. അച്ഛൻ്റെ തറവാട്ടിൽ തന്നെ കുട്ടിയമ്മാമൻ എന്ന് പറഞ്ഞ ആളാണ് തുള്ളക്കാർ. അന്ന് തുള്ളക്കാർക്കും ഉഴിച്ചിലുണ്ടായിരുന്നു. ഈ കുട്ടിയമ്മാമൻ തുള്ളൽ നല്ല തുള്ളായിരുന്നു, നല്ല വിഷഭംഗി. എൻ്റെ വേഷം കണ്ടപ്പോൾ കുട്ടിമാൻ്റെ ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കുട്ടിമാൻ മരിച്ചത് മൂത്രക്കെട്ട് വന്നിട്ടത്രേ, ഈ ഉഴിച്ചിലിൻ്റെ തകരാറുകളെ കൊണ്ട്. അപ്പം അത് ഉണ്ടായതിന് ശേഷം, കുട്ടിമാൻ മരിച്ചതിന് ശേഷം ആ ഭയപ്പാടിലൂടെ കഥകളിയും അങ്ങനെയുള്ള കലകളൊന്നും ആരും പഠിപ്പിക്കാൻ മുത്തശ്ശൻ പറഞ്ഞാക്കില്ല. അപ്പോൾ അച്ഛന് മോഹം ഉണ്ടായിരുന്നു കഥ പഠിക്കണമെന്ന്, മുത്തശ്ശൻ സമ്മതിച്ചില്ല. പക്ഷെ അച്ഛൻ്റെ മോഹം സാധിപ്പിക്കാനാണ് എന്നെ കലാമണ്ഡലത്തിൽ. അമ്മ നല്ല പാട്ടിനും നല്ല ഭരമായിരുന്നു. കൈക്കൊട്ടിക്കളി എല്ലാം പാട്ട് പറയും. ശരിക്ക് കഥകളി സംഗീതം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. തിപ്പളിശ്ശേരി ഒരു ഷാരോഡിയാണ് എന്ന് പഠിപ്പിച്ചത്. അദ്ദേഹം വന്നിട്ട് കഥകളി സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. കൈക്കൊട്ടിക്കളി. അമ്മയ്ക്കും പാട്ട് നല്ല മോഹമായിരുന്നു. അവിടെ മനക്കിൽ ഒരു കഥകളിയാണ്. അവിടെ മഹന്തമ്പുരാൻ്റെ വേലിയാണ്. അന്ന് സന്താനഗോപാലും പട്ടാഭിഷേകമാണ് കഥ. അപ്പോൾ ഈ സന്താനഗോപാലത്തെ ആ കാലഘട്ടത്തിൽ ഈ 10 കുട്ടികൾ ഇന്നും ഉണ്ട് കേട്ടോ. 10 കുട്ടികൾ വേണം അരങ്ങത്തേക്ക് വരണം. ഈ ലാസ്റ്റ് ബ്രാഹ്മണന് കൊടുക്കാൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ അവർക്ക് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഉപയോഗിച്ച ഉണ്ണികളൊക്കെ കൂമ്പാളക്കോണം കുടിച്ചിട്ടാണല്ലോ. അപ്പം അന്ന് ഞങ്ങളെ രണ്ടാളി എന്നെയും രവിയും കൂമ്പാളക്കോണം കുടിച്ചിട്ട് ഈ ബ്രാഹ്മണൻ്റെ കുട്ടികളായിട്ട് രംഗത്ത് വീട്ടുണ്ടായി. അങ്ങനെയാണ് ഈ കഥകളി രംഗത്തേക്ക് അങ്ങോട്ട് കയറി ആദ്യത്തെ അരങ്ങ് അതാണ്. ആദ്യത്തെ അരങ്ങ് മനക്കിലാണ് തുടക്കം. അത് കുഞ്ചിയാശാൻ്റെ ബ്രാഹ്മണനും രാമൻകുട്ടിയാശാൻ്റെ അർജുനുമാണ്. എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് കഥകളിക്ക് ഒരു ഭ്രമം എന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് കാലുവെപ്പ്. പിന്നെ അച്ഛൻ കാലം കഴിഞ്ഞപ്പോൾ ഒരാളെ അങ്ങോട്ട് വീട്ടാണ് കലാമണ്ഡലത്തിൽ കൊണ്ടുവന്നാക്കിയാൽ. പിന്നെ ഈ ബാലേട്ടൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോതരമന, ചിറക്കൽ ക്ഷേത്രം, പിന്നെ വാരിയം, ആ ഒരു പരിസരത്തിലാണ് ബാലേട്ടൻ്റെ ഈ കുട്ടിക്കാലം ഉണ്ടായിട്ടുണ്ടാവുക. ആ കുട്ടിക്കാലത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. ഞാൻ മാരാരാണ്, അച്ഛൻ. അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിൽ അടിയന്തരമുണ്ട്. അപ്പോൾ അത് കാരായ്മയാണ്. അപ്പോൾ ഈ അമ്പലത്തിലെ അടിയന്തരത്തിൻ്റെ ചുമതല അമ്മാവനാണ്, കുട്ടമ്മാനാണ് ചുമതല. അപ്പോൾ കുട്ടമ്മാന് വേനൽക്കാലമായ കൊട്ടുണ്ട്, ആ കൊട്ടിന് പോകണം. അപ്പോൾ അമ്പലം അടിയന്തരം നടത്തേണ്ട ഒരാൾ വേണ്ടേ. അപ്പോൾ ഞങ്ങളൊക്കെ വലിയേട്ടനൊക്കെ നടത്തും. അന്ന് ഈ കാതുകുത്തിയാലേ കൊട്ടാൻ പോലും. അങ്ങനെ കാതുകുത്തി അടിയന്തരം പഠിപ്പിച്ചു. പാണി അങ്ങനെ ഞാൻ അമ്പലത്തിൽ അടിയന്തരം കൊട്ടിക്കൊണ്ട് നടക്കും. ഉത്സവത്തിന് കൂടും, പാണി, നിർമ്മാല, അതൊക്കെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഉള്ള കാലഘട്ടത്തിൽ നല്ല കത്തി നിൽക്കുന്ന കാലം എന്ന് പറയില്ലേ. മനിക്കിൽ തന്നെ അന്ന് എനിക്കിൻ്റെ ഓർമ്മയിൽ 4 ആന ഉണ്ട് മനിക്ക്.
ഏഴാനുള്ള കാലം ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പേ. ആ ഒരു പ്രൗഢി നിറഞ്ഞ കാലഘട്ടം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്നാണ് ഒരു നിർമ്മാലയ്ക്ക്, അത് ഇന്നും മനസ്സിലോറും, നിർമ്മാലയ്ക്ക് ആന ഉടലും അമ്പലം മുഴുവൻ തകർക്കലും കൊടിമരം പൊട്ടിച്ചിടലും. കുറേ ആൾക്കാർ ഒരു അമ്പലത്തിൽ ഒളിച്ചു, അവരെ അങ്ങനെ ആന അറിയാണ്ട് പുറത്തേക്കാക്കി. ഞാൻ അന്ന് ശരിക്കും ജീവൻ കിട്ടിയത് എല്ലാവരും ഭാഗ്യമാണെന്ന് പറഞ്ഞു, അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവൻ. ഈ ആന ഓടിയപ്പോൾ തന്നെ, ആന ഓടിയോടുകൂടി ഞാനും അമ്പലത്തിൽ എവിടേക്കാണ് ഓടുന്നത് എനിക്ക് നിശ്ചയില്ല. ഞാൻ അന്ന് ഈ കുട്ടികൾ, ഞങ്ങൾക്ക് ഈ പന്ത് ഒളിച്ചു കളിക്കുന്ന അമ്പലമൊക്കെയാണത്. അങ്ങനെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാലും അന്നത്തെ ആ ക്ഷേത്രം ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ്, മനിക്കൽ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രസമയം ഞങ്ങൾക്കൊക്കെ ഫ്രീ ഉണ്ട്, ഒളിച്ചു കളിക്കാനുള്ള കളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാനോടിപ്പോൾ ഈ വിളക്കുമാർത്തറ എന്ന് പറയും, വിളക്കിൻ്റെ അതിൻ്റെ ഉള്ളിൽ തോരണം മുമ്പിലെ ആ എൻ്റെ ഉള്ളിലും കയറി ഒളിച്ചു. ആന പാപ്പാനെ കുത്തി ഓടലൊക്കെ ഈ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി പാപ്പാനെ മുമ്പിൽ വീണ് പന്തൊക്കെ കാട്ടിയിട്ട് ആന പിന്നിലോട്ടു ഓടി. ആന ആൾക്കാരിരുന്നപ്പോൾ വന്നപ്പോൾ ഈ ആന ചൂട്ട് വന്നു, ഞാൻ ഇരിക്കണതിൻ്റെ ചൂട്ടിൽ വന്നു. ഓ അത് ശരി. എന്നിട്ട് ആന ഇങ്ങനെ തപ്പാന്ന് എനിക്കിത് കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്താ വെച്ചാൽ കൂടെ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിപ്പോൾ ആന ഓടി ആനയോട് ഇതേ കേൾക്കുള്ളൂ. അപ്പോൾ ഞാൻ മിണ്ടാണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നു, ശ്വാസം ഒറ്റയ്ക്ക് രാത്രി. അതെ. അപ്പോൾ എല്ലാവരും ശിവൻ ബാക്കിലൊരു അമ്പലം, സൈഡിലൊരു അമ്പലമുണ്ട്. അപ്പോൾ ആ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് എല്ലാവരെയും പുറത്തേക്കാക്കി. അവസാനം എന്നെ കാണാനില്ല. അപ്പോൾ ഈ ആന കാണാണ്ടത് അവിടെ മനിക്കൽ തമ്പുരാനും അച്ഛനും അതിങ്ങനെ ആൾക്കാരെ എവിടെയെങ്കിലും കിടക്കൊണ്ടോ വെച്ചിങ്ങനെ പഴം ആനയ്ക്ക് പഴമൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങനെ രഹസ്യമായിട്ട് മെല്ലെ ചാച്ചാന്ന് വെറുതെ എന്ന് വിളിച്ചു നോക്കി, ആന കേൾക്കാണ്ട്. അപ്പോഴേക്ക് അച്ഛൻ മനസ്സിലായി, അച്ഛൻ ചോട്ടിൽ നിൽക്കും, മുകളിൽ ഇരിക്കുന്നു. അവിടെ നിന്ന് മുകളിൽ ഈ അരി മെല്ലെ ഇങ്ങനെ രാവി പൊട്ടിയിട്ട് ആന പഴമൊക്കെ ഇട്ടിട്ട് കേൾക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് കൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര സംഭവമാണ്. അതൊരു ഭയങ്കര കാലം. അതെ, മതം പൊട്ടി ആനയുടെ മുമ്പിൽ ഒറ്റയ്ക്ക് ഒളിച്ചു തന്നു. അതൊരു ഇല്ല, ഇന്നത്തെ കാലത്ത് ഈ ആനയൊക്കെ ഇടയണ കാലത്ത് ശരിക്കും ഓർക്കുമ്പോൾ ഇത് അത് നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവം. പിന്നെ അതോട് കൂടിയിട്ട് ഈ ഗോപുരം കൊടിമരം തെക്കോട്ട് പൊട്ടിച്ചിട്ട് ഗോപുരത്തിൽ നിന്ന് പുറത്തു വന്നു ആന. പിന്നെ ആന ചെരിഞ്ഞു കിട്ടോ. ഈ അതോടുകൂടി അമ്പലത്തിൻ്റെ നാശം, മനയുടെ നാശം, അമ്പലത്തിൽ ഒന്നും ഇല്ലാണ്ടായി, അടിയന്തരം ഇല്ലാണ്ടായി. ആ കാലഘട്ടത്തിൽ അച്ഛൻ ഞങ്ങളെ ഓരോ വഴിക്ക് കൊണ്ടാക്കുക. അങ്ങനെ ആ കാലഘട്ടത്തിൽ 7ാം ക്ലാസ് കഴിഞ്ഞ വഴിക്കാണ് 4ാം ക്ലാസ്സിൽ 1, 2, 3, 4ാം ക്ലാസ് കോതച്ചിറ LP സ്കൂളിൽ പഠിച്ചുള്ള ആ കാലഘട്ടത്തിൽ ആനയുടെ ഉണ്ടായിട്ട് ഈ സംഭവം. അത് ശരി. പിന്നെ പെരിങ്ങോട് പോയി. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഡിപ്ലോമയാണ് കലാമണ്ഡലത്തിൽ. 6 കൊല്ലത്തെ ഡിപ്ലോമ, 2 കൊല്ലത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇങ്ങനെയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ട് ചേർത്തു. 1968 കലാമണ്ഡലത്തിൽ പോയി ചേർത്ത്. ശരി. അപ്പോൾ ബാലേട്ടൻ ജനനം 55-ലല്ലേ? 55. അപ്പോൾ 13ാമത്തെ വയസ്സിൽ കലാമണ്ഡലത്തിലേക്കാണ്. 13 വയസ്സ് കഴിഞ്ഞാലാണ് അഡ്മിഷൻ അന്ന്. അത് ശരി. അന്ന് ബാലേട്ടൻ്റെ ഈ അഡ്മിഷൻ ഈ കല്ലുവഴി ചിട്ട എന്നുള്ള അല്ലേ? എന്താണത് ഈ കല്ലുവഴി ചിട്ട? കഥകളി സംബന്ധിച്ച് പറയുമ്പോഴേ കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്പളിങ്ങാട് സമ്പ്രദായം, കല്ലുവഴി സമ്പ്രദായം, ഇങ്ങനെ 3 സമ്പ്രദായമുണ്ട്. ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ കഥകളി ഉണ്ടായിത്തീർന്ന് രാമനാട്ടാണ്. ആ രാമനാട്ടത്തിൽ നിന്ന് 2 സമ്പ്രദായങ്ങൾ വന്നു. സമ്പ്രദായം പറഞ്ഞാൽ ഒരാചാര്യൻ്റെ സ്റ്റൈല്, അങ്ങനെ അതുമാണ്. അപ്പോൾ ഒരു പ്രാദേശികമായിട്ട് വരും, ഇത് ഓരോ ദേശത്തിൻ്റെ അതും വരും. കപ്പടിങ്ങാട് സമ്പ്രദായം അഭിനയപ്രധാനം, കല്ലടിക്കോടൻ സമ്പ്രദായം അഭ്യാസപ്രധാനമായിരുന്നു. ഇതിന്ന് രണ്ടിന്നും വേണ്ടത് മാത്രം ഉണ്ടാക്കി പ്രശസ്തി ആർജിച്ചതാണ് കല്ലുവഴി സമ്പ്രദായം. അത് ശരി. കല്ലുവഴി സമ്പ്രദായം കല്ലുവഴി ഇട്ടിരാജമേനോൻ അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. ഇട്ടിരാജമേനോൻ കല്ലുവഴിക്കാരനായതുകൊണ്ടാണ് ഈ കല്ലുവഴി സമ്പ്രദായം എന്നുള്ളത് നിലനിന്നു.
ഇറ്റിലാൽസുമേൻ്റെ പ്രധാന ശിഷ്യനാണ് പട്ടിക്കാന്തൊടി രാവണി മേനോൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുരുഷായുസിൻ്റെ യത്നാണ് ഇന്ന് കാണുന്ന കഥകളി ക്ലാസിക്കൽ എന്നുള്ളതിൻ്റെ അംഗീകാരം കിട്ടാൻ ഉള്ള പൂർണ്ണ ഉത്തരവാദിത്വം. അങ്ങനെയാണ് ഈ കല്ലുവഴി സമ്പ്രദായത്തിന് പേര് വരുന്നത്. ഈ രാവണിനാശൻ്റെ ശിഷ്യരാണ് കലാമണ്ഡലം വളർത്താൻ കാരണം. വെച്ചാൽ രാമൻകുട്ടി നാരായണൻ, കുഞ്ചി നാരായണൻ, കൃഷ്ണൻ നാരായണൻ, അവരെ ശിഷ്യന്മാർ ഗോപിയസൻ, അങ്ങനെ കുറേ പേര് പറയുമ്പോൾ വിട്ടുപോകും അനവധി ആൾക്കാർ. ഈ കല്ലുവഴി സമ്പ്രദായം കൂടി വന്നു. പിന്നെ ആ കല്ലുവഴി സമ്പ്രദായത്തിൽ കുമാരൻ നാരായണൻ, എല്ലാ കുറേ ആശാന്മാരുണ്ട്. പട്ടിക്കൽ രാവണനാശാൻ്റെ ശിഷ്യന്മാരെ പറയുമ്പോൾ കുഞ്ചു നാരായണൻ, കൃഷ്ണൻ നാരായണൻ, കുമാരൻ നാരായണൻ, രാമൻകുട്ടി നാരായണൻ, പത്മനാഭൻ നാരായണൻ, അവരഞ്ചാൾ അവരുടെ പിന്നെ അവരുടെ ശിഷ്യന്മാരായി, അവരുടെയും ശിഷ്യന്മാരായി ഞാൻ. തലമുറ ഇങ്ങനെ അവരുടെ യത്നമാണ്. ഓരോരുത്തരും ഇങ്ങനെ ഒരു തലമുറ വളർത്തി കലാമണ്ഡലം സ്ഥാപിച്ചു. കലാമണ്ഡലം സ്ഥാപിച്ചിട്ട് 1930 അവിടെ ആദ്യം കല്ലുവഴി സമ്പ്രദായത്തിൻ്റെയാണ്. അപ്പോൾ കല്ലുവഴി സമ്പ്രദായത്തിൻ്റെ സന്തതിയാണ് ബാലേട്ടൻ. അല്ലേ? കല്ലുവഴി സമ്പ്രദായത്തിൻ്റെ കലാമണ്ഡലത്തിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് നല്ല അഭിമാനം തോന്നി. ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഗോപിയാശാൻ എന്നെ നാട്ടിൽ വെച്ചിട്ട് സ്പെഷ്യലായിട്ട് പഠിച്ചിട്ട് ഞാൻ ആശാൻ ഈ ഇഷ്ടപ്രധാനമല്ലാത്ത വേഷങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ നാട്ടിലൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് അച്ഛൻ എൻ്റെ ഗോപിയാശാൻ നാട്ടുകാരനാണല്ലോ, അച്ഛൻ്റെ നാട്ടിലാണല്ലോ ഞാൻ, നിങ്ങളുടെ ഒരു നാട്ടുകാരൻ. അപ്പോൾ അച്ഛൻ ഒഴിവുള്ളപ്പോൾ കുറേ സ്പെഷ്യലായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ കഥകളി പഠിച്ചാൽ ഉപജീവനത്തിന് പരിപൂർണമായിട്ടും ഗുണകരമാവും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ആരും ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞേക്കില്ല കഥകളി പഠിക്കാൻ ഒരു വിദ്യാർത്ഥിയെ കൊണ്ടാക്കില്ല. കാരണം ഭാവിയൊന്നും പറയാൻ പറ്റില്ല, ഭാവി ഒന്നിനും പറയാൻ പറ്റില്ലെങ്കിലും. പക്ഷെ ആ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കഥകളി അഭ്യസിപ്പിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ സാമാന്യ ആൾക്കാർ അന്ന് കുട്ടികളെ വള്ളത്തോള് കുട്ടികളെ അന്വേഷിച്ച് നടക്കുന്ന കാലമുണ്ട്. കുട്ടികളെ കഥകളി പഠിക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ഇന്ന് തിരിച്ചാണ്. ഇന്ന് കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്, അന്ന് കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ കാലഘട്ടത്തിൽ കൊണ്ടുവിടില്ല ആരും. കഠിനമായ അഭ്യാസമാണ് ഉഴിച്ചിലെന്ന് പറഞ്ഞാൽ. അത് സഹിച്ച് ആ 3 മാസം ഉഴിച്ചിലൊക്കെ സഹിച്ച് അതിനങ്ങോട്ട് മനസ്സുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സാമാന്യം നല്ല മനക്കട്ടി, അതല്ലെങ്കിൽ ദൈവാധീനമാണ്. ഈ ചവിട്ടി വീഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് കരയച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഈ 2 മുട്ടിൻ്റെ മുകളിൽ 2 തിരികെ വെച്ചിട്ട് ഈ 2 തിരികെ വെക്കും. തവളക്കൂടിട്ട് കിടന്നിട്ട് മുട്ടിൻ്റെ മുകളിൽ 2 തിരികെ വെച്ചിട്ടു. ആശാൻ ഈ നട്ടൽ ഈ നടുവിൽ നിന്ന് കയറി ഇങ്ങനെ ഒഴിയാണ്, ഇരയും കെട്ടി താറ്റാണ്. തവള അതെ, അതെന്താ വെച്ചാൽ ഫ്രെയിം ശരിയാവാനാണ്. അതിൽ നല്ല സാമാന്യം മസിൽ 2 തരമുണ്ട്. ഉറച്ച മസിൽ, അല്ലാത്ത മസിൽ, അയഞ്ഞ മസിലുകളുണ്ട്. അപ്പോൾ അയഞ്ഞ മസിലുകളായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല, അല്ലാത്തവർക്ക് ഭയങ്കര വേദനയും. വേദന അല്ല, നീർക്കെട്ടും. ആ നീർക്കെട്ടിയാൽ അവർ അന്നത്തെ കാലഘട്ടത്തിൽ ദാക്ഷിണ്യം അങ്ങോട്ട് വീണ്ടും ഒഴിയുന്നതാണ്. അങ്ങോട്ട് എന്തായി പറയണ വെച്ചാൽ ഒരാളും ചോക്കില്ല, അത്രയും അവരുടെ കൺട്രോളിലൂടെ. അപ്പോൾ ഞാൻ തന്നെ ഒരു വേണ്ടാച്ച് പോരുന്നൊരു ഘട്ടം വന്നപ്പോൾ കട്ടിച്ചാൽ വിഷമുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കരച്ചിലൊക്കെ. അപ്പോൾ ഒന്നും വീണ്ടും പോയപ്പോൾ അച്ഛനൊരു കത്തയച്ചു. അത് ഉള്ളിൽ തട്ടി, നിനക്ക് ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അന്ന് ഈ അമ്പലത്തിൽ അടിയന്തരമൊക്കെ പോയില്ലോ, അമ്പലത്തിൽ ഒന്നും ഇല്ലാണ്ടേ. അത് ഇനി നിനക്ക് ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, നീ ഇത് പഠിച്ചോ, ഏട്ടന്മാരൊക്കെ വലിയ വലിയ ജോലി ആയിട്ട് പോവും, നിനക്കിതല്ലാണ്ട് വേറൊരു വഴി ഉണ്ടാവില്ല, ഇത് നന്നായി പഠിച്ചോ എന്നൊരു കത്ത്. അച്ഛന് മനസ്സിലായി പ്രയാസം ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങി. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടോ, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, അരങ്ങേറ്റം കഴിഞ്ഞാൽ, വേഷം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പിന്മാറില്ല.
ഓ അത് ശരി. എൻ്റെ 2ാമത്തെ കൊല്ലത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞു. അത് ശരി. ആ വിദ്യാരംഭത്തിൽ 2ാമത്തെ കൊല്ലത്തിൽ വിദ്യാരംഭത്തിൽ അന്ന് ഞാൻ പഠിക്കാനൊക്കെ നല്ല ഉത്സാഹം. വേറെ ശ്രദ്ധ, ഗോവിയശാൻ്റെ പ്രത്യേക ശ്രദ്ധ ഉണ്ട്. ഗോവിയശാനാണ് ആദ്യത്തെ 4 കൊല്ലം എൻ്റെ ശരീരത്തിൻ്റെ ഘടന മുഴുവൻ ഭംഗിയാക്കി എടുത്തത് ഗോവിയശാനാണ്. കുട്ടിത്തരം, ഇടത്തരം, അവസാനം 2 വർഷം പഠിപ്പിച്ച് ഗോവിയശാനാണ്. അത് ശരി. അപ്പോൾ വളരെ ഉറച്ചു, അല്ല കഠിനം. അശാല അഭ്യസിപ്പിക്കില്ല പറഞ്ഞാൽ അസാധ്യം. അല്ല, അത് അതിജീവിക്കുക പറയാണല്ലോ. അടിയൊക്കെ കിട്ടുമോ? അത് അതിജീവിച്ച കുട്ടികൾ കഥകളിയിൽ പിടിച്ചു നിൽക്കും. ഹാർഡ് പഠിപ്പിക്കില്ല. ഭയങ്കര ദേഷ്യം. പക്ഷെ ദേഷ്യം പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റായിട്ട് പഠിപ്പിക്കുന്നു. ആ, അപ്പം അതിനെ ഞാൻ അങ്ങോട്ട് പഠിച്ചെടുത്തു. അരങ്ങേറ്റം 2ാമത്തെ കൊല്ലത്തിൽ നടത്തി. ഈ അരങ്ങേറ്റം കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ ഇതിന്ന് വിട്ടുമാറില്ല ഒരു കുട്ടി. ഇമ്മാനെ പോലെ തേച്ചൊരു വേഷം കിട്ടി കണ്ണാടി നോക്കിയിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ പിന്നെ ആ കുട്ടി അതിന് പിന്മാറില്ല. അതൊരു എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാലം കൊണ്ട് എനിക്ക് ഇപ്പോഴും പറയുള്ളൂ, ഒരു കുട്ടിയെ പിടിച്ച് നിർത്തണമെങ്കിൽ വേഗം പഠിച്ച് ഒരു അരങ്ങേറ്റമൊക്കെ കഴിച്ച് കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചാൽ ആ കുട്ടി പിന്നെ കഥകളി വിട്ടുപോകില്ലേ? അതിൻ്റെ ഭയങ്കര അട്രാക്ഷനുള്ളൊരു വേഷമാണല്ലോ. ശരി. കൃഷ്ണനാവുക. അഭ്യാസം ഭയങ്കര കഠിനമായുള്ള അഭ്യാസമായിരുന്നു. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ പോലെ അഭ്യാസം ഇന്നില്ല കേട്ടോ. അത് ശരി. കുറഞ്ഞു. കാലത്തിൻ്റെ പോക്കിനനുസരിച്ച് വളരെ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അത് ശരി. സമയ പരിമിതി മൂലം നമ്മൾ തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് വീണ്ടും ചർച്ച ചെയ്യാം.